മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ്. അല്ലാതെ കള്ളത്തരം പറയുന്നതോ കള്ളത്തരം നിങ്ങളെ ബോധിപ്പിക്കാൻ കാണിക്കുന്ന ഇതൊന്നുമല്ല. നമ്മളങ്ങനെ ആൾക്കാർ കമന്റ് ഇടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതിലെന്തൊക്കെ പറയാൻ പറ്റുമോ? ആ ഒരു വന്ന നോട്ടീസ് വന്നില്ലേ, ലീഗൽ നോട്ടീസ്, അത് പറയാൻ പറ്റില്ല. ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. അത് നമ്മൾ നിയമപരമായിട്ട് പോകുന്ന കാര്യം. നമ്മളിപ്പോഴേ എന്തിനാ വെറുതെ ഇട്ട് കൊടുക്കുന്നു, ജനങ്ങൾക്കിടയിൽ ഇട്ട് വെറുതെ എന്തിനാ ഇട്ട് അലക്കിക്കുന്നു? ഇതിൻ്റെ ആവശ്യമില്ല. എന്തിന് നിയമത്തിന് വഴി കൊടുക്കും? ശരിക്കും നിങ്ങൾ വീട് മാറാനായിട്ടുള്ള നടപടികൾ നോക്കുന്നുണ്ടോ? അതുപോലെ തന്നെ രേണുസുതി ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞ റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, അത് ഉണ്ടോ ഇല്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ല. 2 വർഷം ഇല്ലെങ്കിൽ 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. തട്ടട്ടരുവിനെ കാണാൻ പറ്റുമോ? മിക്കവാറും ഒരു 85-90% കാണാൻ പറ്റും. എനിക്കറിയാം, 10% നമ്മുടെ കയ്യിലല്ല. നമ്മളിപ്പം ആലോചിക്കുന്ന തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വിളിക്കാറുണ്ടോ? അവര് ചേട്ടനും അനിയനും അല്ലാതെ അവര് വിളിക്കട്ടെ, വിളിക്കുവോ പിന്നെ സംസാരിക്കാറുണ്ട്. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ വീട് സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനല്ലല്ലോ സ്വീകരിച്ചത്. അല്ല, കിച്ചൂന് അങ്ങനെ തോന്നലുണ്ടാവോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വിവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ അവനൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ അവന്റെ ബ്ലോഗിൽ കൂടെ അവൻ ചെയ്യട്ടെന്നേ, ലൈവ് കൊടുക്കട്ടെ, അവന്റെ ഇതല്ലേ. കേരള ചെയ്യുന്നുണ്ട്, ചെയ്തോണ്ടിരിക്കുന്നു. കുറച്ച് ചെയ്ത് ഇനിയിപ്പം 3-ാം തീയതി തൊട്ട് അടുത്ത കൂടെ ചെയ്യുന്നു. ഞങ്ങൾ ഫില്ലിങ്സ് ഒക്കെ ചെയ്തു. അടുത്ത വിദേശ